അതുകൊണ്ടാണ് കൃപ മാത്രം മതി. കണ്ടോ? അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. നമ്മുടെ ദൃഷ്ടി അവിടെ കുറുക്കന്റെ കണ്ണെവിടെയായിരിക്കും? കോഴിക്കോട്ടില്. കണ്ടോ? അതുപോലെ നമ്മുടെ കണ്ണെവിടെയായിരിക്കും? ആത്മാവിനെ പിടിക്കാൻ. കാരണം ആത്മാവിനെയാണ് ദൈവം അഭിലഷിക്കുന്ന. യാക്കോബ് 4:5. കണ്ടോ? ധനവാന്റെ ഹൃദയം എവിടെയായിരിക്കും? മത്തായി 6:21 നിന്റെ നിക്ഷേപം എവിടെയാണ്? അവിടെയാണ് നിന്റെ ഹൃദയം. മത്തായി 6:24 ലൂക്ക 16:13 ഇതുകൊണ്ടാണ് കൃപയിൽ വന്നാല് നമ്മുടെ വ്യതിചലിച്ചു പോയില്ല. പ്രവൃത്തിയിലാണെങ്കിലോ വ്യത്യാസം പറഞ്ഞു തരാം. ഇനി പ്ലെയിനായിട്ട് കൃപയിലുള്ളവര് ആർക്കും വിലക്ക് മേടിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? പണത്തിനോ പ്രതാപത്തിനോ സൗന്ദര്യത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഈ ലോകത്തിന്റെ ഒന്നിനും അവരെ ബാധിക്കില്ല. അതാണ് കൃപ. ഇതെവിടെയാണ് കൃപ വരുന്നത്? നമ്മുടെ ആത്മാവിന്റെ കൂടെ. ഗലാത്യ 6:17-18. നമുക്ക് ചവിട്ടോർമ്മ വേണോ? വേണോ വേണ്ടയോ? വേണ്ട. മനസ്സിലായ? മറ്റവർക്ക് എന്ത് വേണം? എങ്ങനെയാണ് വിളിക്കുന്നത്? ഈശോ മറിയം ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. വിളിച്ചാലും വരുക. അപ്പൊ കിടക്കുന്ന ആള് വേണ്ടെന്നേ പറയുള്ളൂ. കണ്ടോ? അത് കൃപയിലല്ല, പ്രവൃത്തിയിലാണ്. അത് റോമ 4:2 എന്താ പറയുന്നത്? അഭിമാനത്തിന്. കണ്ടോ? ഒരു 10 വീട് വെച്ചോട്. പിറ്റേ ദിവസം പത്രത്തിൽ വന്ന് ഫോട്ടോയൊക്കെ വന്നില്ലേ? മനസ്സിലായ? എല്ലാരും പറഞ്ഞ് പിറ്റേ ആഴ്ച പള്ളിയിൽ പോകുമ്പോൾ നിൽക്കുമ്പോൾ നടക്കാം. കണ്ടോ? ഇല്ലേ? അതേ സമയത്ത് തന്നെ കൃപയിലാണോ? അതാണ് വ്യത്യാസം. ഈ കൃപ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കാൻ ദൈവം ഇത്രയും വെളിപ്പെടുത്തി തരണത്. എഫോസസ് 5:1-13 വനമായിരുന്നു. അതിന്റെ ഭാഗ്യം ദൈവം നമുക്ക് തന്നു, മറ്റുള്ളവർക്ക് കൊടുത്തില്ല. ആ ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് റോമ 9:14-18 വനം. പുറപ്പാട് 33:19, പുറപ്പാട് 19:16. എഫോസസ് 3 വയല്. കണ്ടോ? എന്താ പറഞ്ഞത് കേട്ടോ? വിശുദ്ധ പൗലോസ് പറഞ്ഞെന്താന്ന് കേട്ടോ? ഇത് അപ്പൊ പൗലോസിന്റെ കൃപ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കോ ഇല്ലയോ? ഇല്ല. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? എല്ലാം സാധിക്കും. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാർക്കോസ് 10:27. അതാ ഇതിൽ പറയുന്നത്. ജെനിസസ് ഉൽപ്പത്തി 18:14. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? ജെറമ്യാ 32:27 ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? എല്ലാം സാധിക്കും. മത്തായി 19:26, ലൂക്ക 18:27 ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധിക്കും. അതുകൊണ്ടാണ് ഫിലിപ്പിയ 4:13 പറയുന്നത്, യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ആ നാമത്തിന്റെ ശക്തിയാണ്. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ നാമങ്ങൾക്കുപരി ആരുടെ നാമമാണ്? ഒറ്റ നാമമുള്ളൂ. കൊളോസസ് 1:15-16. അതാ അപ്പോസ്തലപ്രവർത്തനം 4:12 ഒറ്റ നാമമുള്ളൂ. വേറെ നാമം പറയാമോ? ഗണപതി എന്ന് പറയാമോ? ബുദ്ധിയിലാണെങ്കില കൃപയിൽ വന്നാല് ഈശ ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം വരുവുള്ളൂ, കിട്ടുകയുള്ളൂ. അതാണ് നിയമാത്രം 12:29-32 വനത്തിലും പുറപ്പാട് 23:13 വായിക്കുക.
നിങ്ങൾ കീഴടങ്ങാൻ പോകുന്ന ദേശത്തുള്ള ജനങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അവരെ പ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. ആനപ്പുറത്താണോ ദേവനെ കൊണ്ടുപോകണം? അന്വേഷിക്കാൻ പോകരുത്. ആനപ്പുറത്താണെന്ന് കണ്ടോ? അന്വേഷിക്കാൻ പോകരുത്. പിന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങൾ അവരെ അനുകരിക്കരുത്. ദൈവവചനമാണ് കേട്ടത്. പിന്നെ കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും. എൻ്റെ കണ്ണിന് നല്ല കൗതുകരമായിട്ടുള്ളതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ മേടിച്ചു നോക്കും. വലിയ വഴിയേരിയിലൊക്കെ ഇരിക്കുന്നത് എന്ത് കണ്ടാലും മതി. ഇത് കൊള്ളാം, നല്ല ഭംഗിയാണ്, പിന്നെ ടി വിയുടെ മോളിൽ വെക്കാനെന്ന് കൊണ്ടുവരും വഴിയിൽ നിന്ന്. അത് വെക്കും, വീട്ടിൽ അപ്പം തുടങ്ങുമാട്ടി ഭാര്യയുമായിട്ട്. മിളച്ച വസ്തു കയറ്റിയാല് ജെർമിയ 16:18 ഇസക്കൽ 20 6 തൊട്ട് 9 വന മിളച്ച വസ്തുക്കള്. ഞാൻ അവർക്കായി കണ്ടുവെച്ചത് എല്ലാ ദേശങ്ങളിലും ശ്രേഷ്ഠമായ ഈ ദേശത്തിലേക്ക് അവരെ വീക്ഷിക്കുന്ന കൊണ്ടുപോകണം. അന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മേച്ച വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിയണം. നിങ്ങളുടെ കണ്ണുകളെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മിളച്ച വസ്തുക്കള് എറിയുമാ നിങ്ങള്. അത് പ്രൈസ് ദി ലോർഡ്. അന്നായി മുന്നോട്ട് വരും ആത്മാവില്. അല്ല ഇതവിടെ കൂട്ടി വെച്ചോണ്ടിരിക്കും, കളയാൻ കഴിയില്ല. ചോദിക്കുമ്പോൾ ഞാൻ 600 രൂപ കൊടുത്ത് മേടിച്ചാണ്, 3000 രൂപ കൊടുത്ത് മേടിച്ചാണ്, 18,000 രൂപ കൊടുത്ത് മേടിച്ചാണ്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സാധനമായിരിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രവാദികളുള്ള സ്ഥലമാണ് ഈജിപ്റ്റ്. ഏറ്റവും കൂടുതൽ വ്യഭിചാരികളുള്ള സ്ഥലം പറയാമോ? ഓരോരുത്തർ പറയാം. അറിയണം ആത്മാവില് കപടന്മാരാണ്, മന്ത്രവാദികളാണ് ഫിലിപ്പൈൻസിൽ. ഓരോ സ്ഥലത്ത് പ്രത്യേകം. ഹോമോസെക്ഷൽസ് എവിടെയാണ്? അമേരിക്കയില്, കാലിഫോർണിയയില്. പിന്നെ സിൻ സിറ്റി ഉണ്ടല്ലോ അവിടെ, ചിക്കാഗോ. ഓരോ സ്ഥലം ദൈവം കാണിച്ചു തരും. കപടന്മാരുടെ സ്ഥലം നമ്മളാണ്. മനസ്സിലായ? ഇവിടെ എന്തെങ്കിലും അംഗീകരിക്കും ആരെങ്കിലും. അതുകൊണ്ടാണ് ഈശോ ഇവിടെ കൊടുക്കുന്നതിന് വേറെ സ്ഥലത്തോട്ട് പോകാം. ഇപ്പൊ ഞാൻ നാളെ ഗോവയ്ക്ക് പോവുകയാണ്, കണ്ടോ, 3 ദിവസത്തേക്ക് കാലത്ത്. ആ സമയത്ത് പിശാചു കൊണ്ടുവന്ന് ബന്ധു വെച്ചു, കണ്ടോ. അപ്പൊ അവനെ പറ്റിച്ചോണ്ട് വെളുപ്പിനെ പോകേണ്ടി വരും. അവസ്ഥ കണ്ടോ? എല്ലാ പീഡനങ്ങളും സഹിക്കേണ്ടി വരും കർത്താവിൽ വരുമ്പോ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പകരം വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുത്തിരുന്നെങ്കിലാ അവരിപ്പോ എന്ത് ചെയ്തണം? മത്തായി 11 20 തൊട്ട് 24 വരെ വനം വായിച്ച്. ഇതെല്ലാം ഈശ്വരന്റെ കാലത്തുള്ളത് വരെ ഇപ്പോഴും നടക്കണത്. ഒരു വ്യത്യാസമില്ല. വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസം. അന്നത്തെ കച്ചവടക്കാരൻ തന്നെ അന്നത്തെ കച്ചവടക്കാരനേക്കാളും കൂടുതൽ മായം ചേർക്കാൻ ഇന്നറിയാം. കണ്ട, എല്ലാം ആകെയുള്ള വ്യത്യാസം എന്താണ് പറയാമോ? വേഷം, ചിരി, ഭാഷയല്ല, വേഷം, ചിരി, നടപ്പ്. നടക്കണൊക്കെ കണ്ടിട്ടില്ലേ സഹോദരികളൊക്കെ? പലതരത്തിലല്ലേ സഹോദരന്മാര്? എല്ലാവരും ഇന്നും മിണ്ടാതിരിക്കുകയാണ്. ഇതിൽ പ്രഭാഷകൻ 19, 29, 30 അതിൽ മാത്രം വ്യത്യാസം വന്നിട്ടില്ല. ബാക്കിയുള്ള ആത്മാവെല്ലാം ഒന്നാണോ? എല്ലാ ആത്മാക്കളും ഒന്നാണ്. കണ്ടോ?